ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ചിക്കൻ നന്നായി കഴുകി വൃത്തിയായി വരഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് എല്ലാം ഇട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായി വെക്കണം. പിന്നെ നമ്മൾ ബിരിയാണി വെക്കുന്ന പാത്രത്തിൽ തന്നെ അതൊന്ന് ഓയിലൊഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരു പകുതി മുക്കാലോളം വേവ് അങ്ങനെ ആകുമ്പോൾ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പകുതിയോളം അതിൽ ഓയിൽ മാറ്റി വെച്ചിട്ട് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ വലിയ ജീരകം, അതുപോലെ കാഷ്നട്ട്, അതുപോലെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 3 സവോള മുറിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ വേഗം വാടിക്കിട്ടും കേട്ടോ സവോള. പിന്നെ അതിൽ നന്നായി സവോള എല്ലാം നന്നായി ഒന്ന് വാടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലിയില, പുതിനയില, കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ കുറച്ച് തൈര് കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമ്മൾ അരി അളവിനെടുക്കുന്ന പാത്രത്തിൽ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരി വെള്ളത്തൊന്നും ഇട്ട് വെക്കുന്നില്ല കേട്ടോ. പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നന്നായി തിളച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അതിലോട്ട് നാരങ്ങ നീരൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് ഉപ്പ് കൂടെ പാകത്തിനാക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ ലാസ്റ്റ് നെയ്യൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.